നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തിരമാലകളെ കീറിമുറിച്ച് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ അതിശക്തമായ പ്രഹരശേഷിയുമായി ഒരു പുതിയ പോരാളി വരികയാണ്. പൂനെ ആസ്ഥാനമായുള്ള സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സ്വയം നിയന്ത്രിത ആയുധധാരികളായ ഡ്രോൺ ബോട്ടുകൾ ഇപ്പോൾ നമ്മുടെ നാവികസേനയുടെ ഭാഗമായിരിക്കുകയാണ്. എന്താണ് ഈ ഡ്രോൺ ബോട്ടുകളെ ഇത്ര അപകടകാരികളാക്കുന്നത്? ലളിതമായി പറഞ്ഞാൽ ഉള്ളിൽ മനുഷ്യരില്ലാത്ത ഒരു യുദ്ധക്കപ്പലാണിത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ബോട്ടുകൾക്ക് സ്വയം ദിശ കണ്ടെത്താനും കടലിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനും ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും സാധിക്കും. അത്യാധുനികമായ ക്യാമറകൾ, സെൻസറുകൾ, പിന്നെ ഏറ്റവും പ്രധാനമായി ശത്രുക്കളെ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. കിലോമീറ്ററുകൾ അകലെയുള്ള കൺട്രോൾ റൂമിലിരുന്ന് ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ നമ്മുടെ സൈനികർക്ക് ഈ ബോട്ടുകളെ നിയന്ത്രിക്കാൻ സാധിക്കും. പടിഞ്ഞാറൻ തീരത്താണ് ഈ ബോട്ടുകൾ ആദ്യമായി വിന്യസിക്കുന്നത്. എന്തുകൊണ്ട് പടിഞ്ഞാറൻ തീരം? മുംബൈ തീരവും ഗുജറാത്ത് അതിർത്തിയും സുരക്ഷാപരമായി അതീവ പ്രാധാന്യമുള്ള മേഖലകളാണ്. കടൽ വഴിയുള്ള ഭീകരാക്രമണങ്ങൾ തടയാനും ശത്രു രാജ്യങ്ങളുടെ ചാരക്കപ്പലുകളെ നിരീക്ഷിക്കാനും ഈ ഡ്രോൺ ബോട്ടുകൾ നാവികസേനയ്ക്ക് വലിയ സഹായമാകും. നമ്മുടെ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ അതിർത്തി കടന്നുള്ള ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഇനി ഇന്ത്യക്ക് സാധിക്കും. ഇതൊരു കേവലം പ്രതിരോധ വാർത്ത മാത്രമല്ല, മറിച്ച് ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിൻ്റെ വിജയഗാഥ കൂടിയാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ പൂനെയിലെ ഒരു ഇന്ത്യൻ കമ്പനി ഇത്രയും അത്യാധുനികമായ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് വികസിപ്പിച്ച ഈ സാങ്കേതിക വിദ്യ ലോകത്തിലെ തന്നെ മുൻനിര പ്രതിരോധ ശക്തികൾക്കിടയിലേക്ക് ഇന്ത്യയെ ഉയർത്തിയിരിക്കുകയാണ്. കടലിലെ പുതിയ കാവൽക്കാർ തയ്യാറായി കഴിഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യൻ കരുത്തും ഒത്തുചേരുമ്പോൾ നമ്മുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാകും. സമുദ്രത്തിലെ ഈ നിശബ്ദ വേട്ടക്കാർ ഇനി ശത്രുക്കളുടെ ഉറക്കം കെടുത്തും എന്നതിൽ സംശയമില്ല. ജയ് ഹിന്ദ്.